അങ്ങനെ 2-3 ദിവസങ്ങൾ വലിയ കുഴപ്പങ്ങളില്ലാതെ അവരുടെ ഇടയിൽ നിന്ന് കടന്നുപോയി. ഇതിൻ്റെ ഇടയിൽ കാർത്തി തൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം ആകെ തിരക്കിലായിരുന്നു. എങ്കിലും നാട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും എബിൻ പറഞ്ഞ് അവൻ നല്ല വെടിപ്പോടെ തന്നെ അറിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാർത്തിയുടെ നിർദ്ദേശപ്രകാരം എബിനും അവിടെ നിന്നും തിരിച്ചു പോകാതെ അവർക്കൊപ്പം കൂടി. അതാദ്യയെ സംബന്ധിച്ച് വലിയ കാര്യമായിരുന്നു. അങ്ങനെ പതിവ് പോലെ ആദ്യ ഷോപ്പിലേക്ക് പോയതും കല സാവിയെ കാണാൻ എന്ന വ്യാജേനയിൽ മനക്കൽ തറവാട്ടിലേക്കെത്തി. അവളുടെ ആ വരവ് രാധികയും സാവിയും ഒരുപോലെ സന്തോഷിപ്പിക്കുന്ന ഒന്നായിരുന്നു. അതവരുടെ മുഖത്ത് നിന്ന് തന്നെ വ്യക്തവുമായിരുന്നു. എന്നാലും എൻ്റെ രാധേച്ചി, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടും ആ കൊച്ചിന് ഒരു കൂസലും ഇല്ലല്ലോ. ഇങ്ങോട്ട് വരുന്ന വഴി ആ അങ്ങാടിയിൽ അവൾ നിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു. എന്ത് പറയാനാ കലേ, അതുപോലെ ഒരു പെണ്ണ്, ആ പെണ്ണിൻ്റെ തൊലിക്കട്ടി. അതിനൊക്കെ കൂട്ടു നിൽക്കാൻ എൻ്റെ മോളും ആ ആട്ടക്കാരിയും ഇപ്പോൾ എവിടെ നിന്നോ വന്ന ആ ചെറുക്കനും. അത് പറഞ്ഞപ്പോഴാണ് രാധേച്ചി, ആ ചെറുക്കൻ ഇതുവരെ പോയില്ലേ? അതിനെ ഇവിടെ സ്ഥിരമായി നിർത്താനാണോ നിങ്ങളുടെ തീരുമാനം? എൻ്റെ കലേ, ഇതൊന്നും ഞങ്ങളുടെ തീരുമാനങ്ങളല്ല. പിന്നെ ആ പെണ്ണും അവളുടെ ഭർത്താവും കൂടി തീരുമാനിക്കുന്നു. അതിനെയെല്ലാം സപ്പോർട്ട് ചെയ്യാൻ ദേവച്ചനും മാധവിയമ്മയും. പിന്നെ അവർക്കാരെയും പേടിക്കാനുണ്ടോ കലേ? പിന്നെ എൻ്റെ മോൾ സാൻവി, അത് പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടോ? അവൾക്കെല്ലാം അവരാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ ചേച്ചി. അല്ല, ദേവച്ചൻ ഇവരുടെ കടം മുഴുവൻ വീട്ടാൻ തീരുമാനിച്ചെന്ന് കേട്ടല്ലോ. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? കലേ, താൻ അറിഞ്ഞതൊക്കെയും സത്യമാണോ എന്നറിയാൻ വേണ്ടി അവരോട് തിരക്കി. അതേ കലേ, അങ്ങനെ ഒരു സംഭവം നടന്നിരുന്നു. എന്നാ കാർത്തി അതിനെ എതിർത്തുകൊണ്ട് അവൻ തന്നെ ആ പണം കൊടുത്തു തീർത്തു. ഓ, അപ്പൊ ഇവിടുത്തെ കാരണവർ സ്വത്തുക്കൾ വീതം വെക്കാൻ തുടങ്ങിയോ? അങ്ങനെ വീതം വെക്കലൊന്നുമില്ല, കൊടുക്കാനുള്ള പണത്തെക്കുറിച്ച് സംസാരം മാത്രമാണ് കലേ ഇവിടെ നടന്നത്. അതെന്തേലും ആയിക്കോട്ടെ ചേച്ചി, ഈ രീതിയിൽ ഇതിനെ വിട്ട ദേവച്ചൻ്റെ സ്വത്തുക്കൾ മുഴുവനും ആ ചെറുക്കനും പെണ്ണും കൈക്കലാക്കും. അറിയാലോ, അയാളുടെ സ്വത്തുക്കൾക്കൊന്നും ഇപ്പൊ അവകാശമില്ല. അതും കൂടെ കാർത്തിക്ക് കിട്ടിയാ പിന്നെ നിങ്ങളുടെ കാര്യങ്ങളൊന്നും നടക്കില്ല. അതുകൊണ്ട് അയാളുടെ മക്കളെ ഇവിടെ കൊണ്ടുവരണം, നമ്മുടെ ആളായി. അതൊക്കെ നടക്കുന്ന കാര്യമല്ല എൻ്റെ കലേ. ഒന്നാമത് ഈ പറയുന്ന അച്ഛൻ്റെ മകളോ അവളുടെ ഭർത്താവോ എവിടെയുണ്ടെന്നോ ഇപ്പോൾ ഏതവസ്ഥയിലാണെന്നോ ഒന്നും നമുക്കറിയില്ല. ഇനിയെല്ലാം അറിഞ്ഞു മനസ്സിലാക്കി അവരെ ഇവിടേക്ക് കൊണ്ടുവന്ന നമുക്കെന്താ ഗുണം? രാധികയുടെ സ്വരമുയർന്നു. എൻ്റെ രാധേച്ചി, ഈ പറയുന്ന അരുന്ധതിക്ക് ഒരു മോളാണെങ്കിൽ നിന്റെ മോനെ കൊണ്ട് കെട്ടിക്കരുതോ? ഇനി മോനാണെങ്കിൽ ഇവിടെ വർഷയും വാണിമോളുമില്ലേ? അങ്ങനെ വന്നാൽ പിന്നെ ഈ സ്വത്തുക്കളൊക്കെ ആർക്കാ രാധേച്ചി? അതിനവർക്കും കൂടി തോന്നണ്ടേ? പിന്നെ അവളുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ, അതുപോലെ ദേവച്ചൻ, മാധവിയമ്മ, ഇവരൊന്നും ഇതിന് സമ്മതിക്കില്ല. അതൊക്കെ പിന്നത്തെ കാര്യമല്ലേ രാധേച്ചി. ആദ്യം വേണ്ടത് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ നിന്നും ഒളിച്ചോടിപ്പോയ ദേവചന്ദ്രൻ്റെ മകൾ ഇപ്പോൾ ഏത് കോലത്തിലാണെന്നറിയണം. ബാക്കിയൊക്കെ പിന്നെ നോക്കാം. അങ്ങനെ അറിഞ്ഞിട്ടിപ്പോൾ എന്തുണ്ടാക്കാനാ കലേ? ഒരിക്കലും ഞങ്ങളുടെ മക്കളെ വിവാഹം കഴിക്കാൻ ഇവിടുത്തെ അച്ഛൻ സമ്മതിക്കില്ല. അതാരെക്കാളും നന്നായി എനിക്കറിയാം. അതെനിക്കും അറിയാം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നിട്ട് അതുകൊണ്ട് നമുക്കൊരു നഷ്ടം വരണ്ട. അതെ രാധേച്ചി, എനിക്കും കലയേട്ടത്തി പറഞ്ഞതാണ് ശരിയെന്നാ തോന്നുന്നത്. അരുന്ധതിക്കിനി മകനായാലും മകളായാലും അതിനി ഈ കുടുംബത്തിൽ നിന്നും വെളിയിലേക്ക് പോകണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. സിദ്ധുവും എൻ്റെ മകൾ വർഷയും, സാവി അമിത പ്രതീക്ഷയോടെ പറഞ്ഞു നിർത്തി. അങ്ങനെ അവർ ഓരോന്ന് സംസാരിച്ചിരിക്കവേ പുറത്തേക്ക് പോയ സത്യനും അവിടേക്ക് ആ സമയം തിരിച്ചെത്തിക്കഴിഞ്ഞിരുന്നു. അതോടെ അവരുടെ സംസാരമൊക്കെ അവസാനിപ്പിച്ച് എല്ലാവരുടെയും ശ്രദ്ധ സത്യനിലായി. അല്ല, സത്യൻ ഇതെവിടെ പോയി? അവനെ കണ്ടതും കലയുടെ സ്വരമുയർന്നു. ഓ, ഞാനൊന്ന് പുറത്തു പോയതാ. അല്ല, നീ ഇപ്പോൾ വന്നു? കലയെ കണ്ടതും സത്യൻ അവളോട് തിരക്കി.
ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ സത്യേട്ടാ. ഏറിപ്പോയാ ഒരു 15 മിനിറ്റായി കാണും. ആയിക്കോട്ടെ. പിന്നെ നമ്മുടെ വേണുവിനൊക്കെ സുഖം തന്നെയല്ലേ കലേ? അവനെ കണ്ടിട്ട് തന്നെ മാസങ്ങളായി. അയാൾ ഒരു ചിരിയോടെ പറഞ്ഞതും അവർ അതിന് മറുപടിയായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തുടർന്നു. വേണുവേട്ടനൊക്കെ സുഖമായിരിക്കുന്നു. ഏട്ടന് സമയം കിട്ടുമ്പോൾ അങ്ങോട്ടേക്കൊന്ന് ഇറങ്ങ്. ഞാൻ അവിടേക്ക് വരുന്നുണ്ട് കലേ. എന്തായാലും നിങ്ങളൊന്ന് സംസാരിച്ചിരിക്കേ, ഞാൻ അകത്തുണ്ടാകും. അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്നും അകത്തേക്ക് നടന്നു. അങ്ങനെ പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി. പഴയ പോലെ സൂപ്പർ മാർക്കറ്റിലെ കച്ചവടം നടക്കുന്നില്ലെങ്കിലും വലിയ പ്രശ്നങ്ങളില്ലാതെ തട്ടിയും മുട്ടിയും മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ പതിവ് പോലെ സൂപ്പർ മാർക്കറ്റിലെ അവിടെയുള്ള വരവ് ചിലവുകൾ പരിശോധിക്കുകയാണ് ജാൻസി. പെട്ടെന്നെന്തോ ഓർത്തതുപോലെ ജാൻസിയുടെ സ്വരം ആദിയുടെ നേരെ. എൻ്റെ ആദു, നീ ഈ കണക്കൊക്കെ ഒന്ന് നോക്കിയേ. ഇപ്പം നമുക്ക് വരവിനേക്കാൾ ചെലവാണ് മുന്നിൽ നിൽക്കുന്നത്. അത് മാത്രമല്ല, ഇവിടെ വെച്ചിരിക്കുന്ന സാധനങ്ങളൊന്നും ചെലവാകുന്നുമില്ല താനും. എന്ത് ചെയ്യാനാ ചേച്ചി? ആ മോഹൻ്റെ കുട്ടിക്ക് സംഭവിച്ചതെല്ലാം ഈ നാട്ടിൽ പാട്ടാണ്. അതിൽ നമുക്ക് പങ്കില്ലെന്ന് പറഞ്ഞാലും ആരും അത് വിശ്വസിക്കാൻ പോകുന്നില്ല. അതിൻ്റെ പിറകെ നമ്മൾ ഇത്രയും ദിവസം അലഞ്ഞിട്ട് പോലും ഒരു തുമ്പ് പോലും കിട്ടിയില്ല. ആദി വളരെ നിരാശയോടെ തന്നെ അവളോട് പറഞ്ഞു നിർത്തി. എൻ്റെ ആദിയേച്ചി, നിങ്ങളിങ്ങനെ സെഡാകാതെ. ഇതിനു പിന്നിൽ ആരാണെങ്കിലും അത് നമ്മൾ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. എല്ലാം പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല ചേച്ചി. ഒന്നാമത്, ഒരു തെളിവുകളും അവശേഷിപ്പിക്കാതെയാണ് അവന്മാർ ഈ പണി നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഴയതുപോലെ എന്തെങ്കിലും ഒരു തവണ കൂടി നടന്നാൽ മാത്രമേ നമുക്ക് ഈ കള്ളനെ വെളിച്ചത്ത് കൊണ്ടുവരാൻ പറ്റൂ. എബിൻ അവരോട് പറഞ്ഞു നിർത്തി. നീ എന്താ എബി ഉദ്ദേശിക്കുന്നത്? അവർ അവനോട് തിരക്കി. അത് പിന്നെ ആദിയേച്ചി, നമുക്ക് ഈ ഷോപ്പ് പഴയതുപോലെ മാറ്റിയെടുക്കണമെങ്കിൽ അതിന് എന്ത് വില കൊടുത്തിട്ടാണേലും, അതുപോലെ നമ്മുടെ പഴയ വർക്കേഴ്സൊക്കെ ഇല്ലേ, അവരെ ഇവിടേക്ക് തിരികെ കൊണ്ടുവരികയും വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ പ്ലാൻ പോലെ കാര്യങ്ങൾ നടക്കൂ. എന്ത് പ്ലാൻ? സാൻവിയുടെ സ്വരം അവൻ്റെ നേരെ ഉയർന്നു. എൻ്റെ കാർത്തിപ്പെങ്ങളെ, എൻ്റെ കാർത്തി സാറിൻ്റെ പെങ്ങളെ, നിങ്ങൾക്ക് കുറച്ചെങ്കിലും വിവരമുണ്ടോ? എടോ, കൂടുതൽ എനിക്കിട്ടുണ്ടാകരുത്. അത് കേട്ടതും സാൻവി അവനിട്ട് ചൊറിഞ്ഞു. എൻ്റെ പിള്ളേരെ നിങ്ങളിങ്ങനെ വഴക്കിടാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. അത് പിന്നെ ജാൻസിയേച്ചി, നിങ്ങളുടെ മുതലാളിയുടെ സഹോദരിക്ക് ചൊറിയുന്ന സ്വഭാവമുണ്ട്. അത് പണിക്കാരനായ തനിക്കും ഉണ്ട്. സാൻവി എടുത്തടിച്ചു. ഡീ, ഓ, ഒന്ന് നിർത്തിക്കേ രണ്ടും. നേരിട്ട് കണ്ട അപ്പം തുടങ്ങും. ആദിയുടെ സ്വരമുയർന്നതും എബിയും സാൻവിയും മൗനം പൂണ്ടു. നിങ്ങളിങ്ങനെ പരസ്പരം വഴക്കടിക്കാതെ ഇതിന് എന്തെങ്കിലും പരിഹാരം കാണാൻ പറ്റുമോ നോക്ക്. അത് തന്നെ ആദിയേച്ചി ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോഴേക്കും ഈ പല്ലി ഇടയ്ക്കേറി എല്ലാം കുളവാക്കി. എബി അനിഷ്ടത്തോടെ സാൻവിയെ നോക്കി കൊഞ്ഞനം കുത്തി. അത് കേട്ടതും ആദിക്കും ജാൻസിക്കും നല്ല രീതിയിൽ ചിരി പൊട്ടിയെങ്കിലും സാൻവിയുടെ സ്വഭാവം അറിയുന്നവർ ഇരുവരും അവർ തങ്ങൾക്ക് വന്ന ചിരി കടിച്ചു പിടിച്ചു. എടോ, അത് കേട്ടതും സാൻവിയുടെ സ്വരം വീണ്ടും അവന് നേരെ ഉയർന്നു. സാൻവി മോളെ, നീ ഒന്ന് അടങ്ങ്. എബിക്ക് എന്താ പറയാനുള്ളതെന്ന് ആദ്യം കേൾക്കട്ടെ, എന്നിട്ട് തുടരാം നിങ്ങളുടെ രണ്ടിൻ്റെയും വഴക്ക്. അത്രയും പറഞ്ഞുകൊണ്ട് ആദി എബിക്ക് നേരെ തിരിഞ്ഞു. എൻ്റെ എബി, പരസ്പരം അടി ഉണ്ടാക്കാൻ നിൽക്കാതെ നിന്റെ ഐഡിയ അതെന്താണെന്ന് പറ. അങ്ങനെ ചോദിക്കണ്ട ചേച്ചി പെണ്ണേ. നീ പറ. അത് പിന്നെ ചേച്ചി, ഇതൊക്കെ ചെയ്തത് ഇവളുടെ അപ്പനോ അപ്പൂപ്പനോ ആയിക്കോട്ടെ. പക്ഷെ അത് നമ്മൾ ചെന്ന് 4 ആളോട് പറഞ്ഞാൽ ആരേലും അത് ഉൾക്കൊള്ളുവോ? പ്രത്യേകിച്ച് ആ വക്കീലും ആ കൊച്ചിൻ്റെ അപ്പനും ഒക്കെ. അതില്ലെന്ന് നമുക്കും അറിയാലോ എബിമോനെ. അത് കേട്ടതും ജാൻസിയുടെ സ്വരം. ചേച്ചി, അവിടാണ് നമ്മളൊരു മാറ്റം കൊണ്ടുവരേണ്ടത്. അതായത് തെളിവുകൾ. പക്ഷേ ഈ തെളിവുകൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വൻ ടാസ്ക്കാണ്. ഒന്നാമത് ഇത് കഴിഞ്ഞു പോയൊരു സംഭവം. അതുപോലെ നമുക്ക് അനുകൂലമാക്കാൻ കഴിയുന്ന ഒന്നും തന്നെ നമ്മുടെ മുൻപിലില്ല. അതുകൊണ്ട് തന്നെ ചേച്ചിമാർ പറഞ്ഞതുപോലെ ഒന്നേന്ന് നമുക്ക് തുടങ്ങണം. അതിന് ഈ സ്ഥാപനം വീണ്ടും പ്രവർത്തനം ആരംഭിക്കണം. ഇതൊക്കെ കാണുമ്പോൾ ഇവരുടെ അച്ഛൻ നമുക്കിട്ടുണ്ടാക്കിയതാണെങ്കിൽ അയാൾ അടുത്ത പണി കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. എന്നാൽ നമുക്ക് അയാളെ സംശയമുള്ളതായിട്ടൊന്നും അയാൾക്ക് തോന്നരുത്. മനസ്സിലായോ? അവനൊരു ചിരിയോടെ പറഞ്ഞു നിർത്തി. അതൊക്കെ ഓക്കെ എബിൻ, പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഷോപ്പ് പഴയതുപോലെ റീസ്റ്റാർട്ട് ചെയ്യുക എന്ന് വെച്ചാൽ അത് വലിയ റിസ്ക് അല്ലേ? അതൊന്നും ഓർത്ത് ആദ്യിച്ച് ടെൻഷൻ ആണ്ട. അതൊക്കെ ഞാൻ നോക്കിക്കോളാം.
ഒരു ബാക്ക് സപ്പോർട്ട് എന്ന പോലെ നിങ്ങൾ 3 പേരും എൻ്റെ കൂടെ നിന്ന ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് സഹായത്തിനും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകൂ എബിൻ. സാൻവി അത് കേട്ടതും അവന് വാക്ക് നൽകി. പിന്നീട് അങ്ങോട്ട് അവരുടെ ഷോപ്പ് എങ്ങനെയെങ്കിലും പച്ച പിടിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അതിൻ്റെ ആദ്യപടി എന്നവണ്ണം എബിനും സാൻവിയും ആതിരയും ജാൻസിയും കൂടി അവിടെ നിന്നിരുന്ന അവരുടെ വർക്കേഴ്സിനെ ഓരോരുത്തരെയും അവരവരുടെ വീട്ടിൽ പോയി കാണുകയും അവരെ തിരികെ ഷോപ്പിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. പോയി കണ്ടവരൊക്കെ മറുത്തൊന്നും പറയാതെ അവരുടെ കൂടെ ജോലിക്ക് തിരിച്ചു ചെല്ലാൻ തയ്യാറായി. അതറിഞ്ഞതും സത്യനും രാധികയ്ക്കുമൊക്കെ അത് വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു. അങ്ങനെ പതിവ് പോലെ സാൻവിയും ആദിയും എബിനും ചേർന്ന് ജോലിക്ക് പോകുന്നത് ബാൽക്കണിയിൽ നിന്ന് നോക്കിക്കാണുകയായിരുന്നു സത്യൻ. അയാൾ അങ്ങനെ നിൽക്കുന്നത് കണ്ട് രാധിക അവിടേക്ക് കടന്നു വന്നു. എന്താ സത്യേട്ടാ, മുഖത്തൊരു വിഷമം പോലെ, എന്തേലും പ്രശ്നമുണ്ടോ? അയാളുടെ മുഖഭാവം കണ്ട് അവൾ അവനോട് കാര്യങ്ങൾ തിരക്കി. വിഷമം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് രാധു. ഒരുപാട് കഷ്ടപ്പെട്ടാണ് കാർത്തിയുടെ ബിസിനസ്സൊക്കെ പൂട്ടിക്കാൻ നോക്കുന്നത്. എന്നാൽ അതിൻ്റെ ഇരട്ടി സ്പീഡിൽ അത് നമുക്ക് തന്നെ തിരിച്ചടിക്കുന്നു. നിങ്ങൾ എന്തൊക്കെയാ മനുഷ്യ പറയുന്നേ? നമുക്ക് തിരിച്ചടിക്കോ? അയാൾ പറയുന്നത് വ്യക്തമാകാത്തതുകൊണ്ട് രാധിക വീണ്ടും തിരക്കി. എടി, ഞാൻ പുതിയതായിട്ടൊരു ബിസിനസ് തുടങ്ങിയിരുന്നില്ലേ? ഏതാണ്ട് പച്ച പിടിച്ച് തുടങ്ങിയതായിരുന്നു. എന്നാൽ ഇപ്പോൾ 1-2 ചെറിയ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതെന്താണെന്നാ ഞാൻ നിങ്ങളോട് ചോദിച്ചത്. ഇങ്ങനെ എങ്ങും തൊടാതെ പറഞ്ഞാൽ അവിടുത്തെ പ്രശ്നങ്ങൾ ഞാൻ എങ്ങനെ അറിയാനാണ് സത്യേട്ടാ? അത് വേറൊന്നുമല്ല രാധു, നമ്മുടെ ടെക്സ്റ്റൈൽ ഷോപ്പിന് ഒരു ഓർഡർ കിട്ടിയിരുന്നു. അതും നല്ല ഹെവി ആയിട്ടുള്ള ഓർഡർ എന്ന് വേണം പറയാൻ. അതും കുറച്ച് ഫേമസ് ആയ കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ ക്യാഷ് നോക്കാതെ അയാൾ പറഞ്ഞ രീതിക്ക് അനുസരിച്ച് തുണികൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ഞാനും അവിടെയുള്ള നമ്മുടെ സ്റ്റാഫുകളും തീരുമാനിച്ചു. ആദ്യം 50 പീസിൻ്റെ ഓർഡർ ആയിരുന്നു. അതൊരു ചെറിയ എമൗണ്ട് ആയതുകൊണ്ട് ഞാൻ നമ്മുടെ വർക്കേഴ്സിനെ വെച്ച് അത് 20 ദിവസത്തിനുള്ളിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തു. അതിഷ്ടപ്പെട്ടിട്ട് അവരുടെ ഷോപ്പിലേക്ക് ഒരു ക്രിസ്ത്യൻ വെറൈറ്റി വെഡ്ഡിംഗ് തീം വേണമെന്ന് പറഞ്ഞിരുന്നു. അതും 6 പീസ് വേണം എന്നായിരുന്നു കരാറിൽ പറഞ്ഞത്. എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും അവരത് റിജക്റ്റ് ചെയ്യും. അതൊക്കെ സമ്മതിച്ചുകൊണ്ടാ രാധേ ഞാനന്ന് അവരുടെ കരാറിൽ ഒപ്പിട്ടത് തന്നെ. എന്നിട്ട് എന്താകാനാ? അവർ പറഞ്ഞ കണ്ടീഷനൊക്കെ അനുസരിച്ച് അവർ പറഞ്ഞ രീതിയിൽ ഡ്രസ്സ് സെറ്റ് ചെയ്യാൻ തുടങ്ങി. നല്ല ഹെവി വർക്ക് ആയിരിക്കണം, പ്യുവർ സിൽക്ക് ആയിരിക്കണം, അതുപോലെ സോഫ്റ്റ് ആയിരിക്കണം. ഓരോ സാരിയും ഡിഫറെൻറ്റ് ലുക്ക്, ഹാൻഡ് വർക്ക് എല്ലാം ഉണ്ടായിരിക്കണം. അയാൾ പറഞ്ഞതുപോലെ എല്ലാം ഞാൻ കൃത്യമായി ചെയ്യുകയും ചെയ്തു. ഓരോ ഡ്രസ്സിനും 1.5-ക്കകത്ത് ചിലവ് വന്നിരുന്നു. എല്ലാം കൂടെ ഏതാണ്ട് 9 ലക്ഷം രൂപയിൽ കൂടുതലായി. അത്രയും ക്യാഷ് ചിലവാക്കിയിട്ടും അഡ്വാൻസ് പോലും വാങ്ങാതെയാണ് ഞാൻ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. എന്നിട്ട് എന്തായിട്ടാ ഉണ്ടായത്? എന്ത് പറയാനാ രാധേ, അവർ പറഞ്ഞതുപോലെയൊക്കെ ഞാൻ ചെയ്തു. പക്ഷെ ആ വസ്ത്രങ്ങൾ അവർ പറഞ്ഞ ഡേറ്റിൽ എനിക്ക് നൽകാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ആ ഓർഡർ ക്യാൻസൽ ചെയ്തു. ആ ഒരു ഓർഡർ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ഓർഡർ തരുന്ന പല ക്ലയൻസിനെയും ഒഴിവാക്കി വിട്ടിരുന്നു. ഇപ്പോൾ അതുമില്ല ഇതുമില്ല എന്ന അവസ്ഥയിലാണ്. അയ്യോ ഏട്ടാ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ആ വർക്ക് നമുക്ക് നഷ്ടപ്പെട്ടാ? ആ പ്രമുഖ കസ്റ്റമറിൻ്റെ വർക്ക് നമുക്കല്ലെങ്കിൽ തന്നെ നഷ്ടപ്പെട്ടു രാധേ. അതുകൊണ്ട് നഷ്ടപ്പെട്ടാൽ എന്നൊരു ചോദ്യമില്ല. ഇനി എങ്ങനെ ഈ പ്രശ്നത്തിൽ നിന്നും കരകയറാൻ സാധിക്കും, അതേപ്പറ്റിയാണ് ആലോചിക്കുന്നത്. ഏട്ടൻ എന്താ ഉദ്ദേശിക്കുന്നേ? അത്രയും കോസ്റ്റ്ലിയായ സാരി വാങ്ങാൻ മാത്രമുള്ള ആളുകളൊന്നും നമ്മുടെ കയ്യിലില്ല. അതുപോലെ നമ്മുടെ നാട്ടിലുമില്ല. സത്യേട്ടാ, എല്ലാം സാധാരണക്കാരാണ്. അവർക്ക് ഇത്രയും വലിയൊരു തുക നൽകി ആ ഡ്രസ്സുകൾ വാങ്ങാനുള്ള ആസ്തിയൊന്നും ഉണ്ടായെന്നും വരില്ല. അതെനിക്കും അറിയാം രാധേ. നമ്മുടെ നാട്ടിൽ അത്രയും വില മുടക്കി ആ വസ്ത്രങ്ങൾ വാങ്ങാൻ ആരും വരില്ല. എന്നാ അതാരും വാങ്ങിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഷോപ്പുമായി മുൻപോട്ട് പോകാനും കഴിയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ കസ്റ്റമറിനെ ഒന്നും കൂടെ വിളിച്ചുകൂടെ? നമ്മുടെ അവസ്ഥ അയാളോട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. ചിലപ്പോൾ അത് മനസ്സിലാക്കി നമുക്കൊരവസരം കൂടി അയാൾ തന്നാലോ? രാധ പ്രതീക്ഷയോടെ ചോദിച്ചു. അതൊന്നും നടക്കില്ല രാധേ. ഞാൻ ഈ കാര്യം പറഞ്ഞവരെ പലതവണ വിളിച്ചിരുന്നു. അവർക്ക് അവർ പറയുന്ന ടൈം പീരീഡ് ഇമ്പോർട്ടൻ്റ് ആണ്. അന്ന് അവർ നമുക്ക് രാത്രി 12 മണി വരെ സമയം തന്നിട്ട് പോലും നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിരുന്നില്ല. അത് നമ്മുടെ ഫോൾട്ട് തന്നെയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും സത്യേട്ടാ?
ആകെയുണ്ടായിരുന്ന സ്വത്തും സ്വർണവും വിറ്റിട്ടാണ് നിങ്ങൾ ഈ കമ്പനി തുടങ്ങിയതും. ഇനി കട പൂട്ടിപ്പോയാ? രാധ അല്പം ഭയത്തോടെ ചോദിച്ചു. നീ എന്നെ കൂടെ ഭയപ്പെടുത്താതെ രാധേ. ഓർത്തിട്ട് എനിക്കൊരു സമാധാനവുമില്ല. ഈ സ്ഥാപനം തുടങ്ങാൻ വേണ്ടി ആ സാവിയുടെ സ്വർണവും ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ അവളിനെ അറിയുമ്പോൾ ഉള്ള അവസ്ഥ എനിക്ക് ആലോചിക്കാനേ കഴിയില്ല. ഏട്ടാ, നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കാതെ ഇതിനെന്ത് പരിഹാരം കാണുമെന്ന് മാത്രം ചിന്തിക്കുക. രാധു അയാളെ ഉപദേശിച്ചു. ഈ കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ ആ കസ്റ്റമർക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന വസ്ത്രം നമ്മൾ നിശ്ചയിച്ച വിലയ്ക്ക് തന്നെ ആരെങ്കിലും മേടിക്കണം. എന്നാൽ ഈ നാട്ടിലുള്ളവർ ഇത്രയും വില കൊടുത്ത് ആ വസ്ത്രങ്ങൾ വാങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പുറത്തെങ്ങാനും കൊടുക്കാമെന്ന് വെച്ചാൽ നമുക്കൊന്നും അത്രമാത്രം പിടിപാടൊന്നും ഇല്ലല്ലോ. പിന്നെ ഈ കാര്യത്തിൽ നമ്മൾ എന്താ ഏട്ടാ ചെയ്യുക? ലക്ഷങ്ങളുടെ നഷ്ടമല്ലേ ഇതിൻ്റെ പേരിൽ നമുക്കുണ്ടായിരിക്കുന്നത്. എനിക്കറിയില്ല രാധു. ഈ പ്രശ്നം ഞാൻ വിചാരിച്ചാൽ പരിഹരിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ഇവരുടെ ഈ വർക്ക് കാരണം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പല ക്ലയൻസിൻ്റെയും വർക്ക് ക്ലോസ് ചെയ്തിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കാര്യം സിദ്ധുമോനോട് പറഞ്ഞാലോ? അവനാകുമ്പോൾ ബാംഗ്ലൂരും ചെന്നൈയിലുമൊക്കെ നല്ല പിടിപാട് കാണില്ലേ? അവർ വളരെയധികം പ്രതീക്ഷയോടെ അയാളോട് പറഞ്ഞതും അതിന് മറുപടിയായി ഒരു മങ്ങിയ പുഞ്ചിരി അയാൾ അവർക്ക് നൽകി. എൻ്റെ രാധു, സിദ്ധാർത്ഥ് വിചാരിച്ചാലൊന്നും ഈ കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാക്കാൻ കഴിയില്ല. ഒന്നുകിൽ കാശിറക്കി എന്തെങ്കിലും ഒരു തിരിമറി നമ്മൾ നടത്തണം, അല്ലെങ്കിൽ ആ കസ്റ്റമർ തിരിച്ചു വരണം. പോയവർക്ക് എന്തായാലും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇനിയും അവരിൽ നിന്നൊക്കെ നമുക്ക് വീണ്ടും ഒരു വർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അതുപോലെ അവർക്ക് പരിചയമുള്ളവരിൽ നിന്നും വർക്ക് നമുക്കും കിട്ടാനുള്ള സാധ്യതയും കുറവാണ്. എല്ലാം ശരിയാണ് ഏട്ടാ. പക്ഷേ ഈ പ്രശ്നം ഇതങ്ങനെ വിടാൻ കഴിയുമോ? നമുക്കാകെയുള്ളൊരു പിടിവള്ളിയാണ് ഈ സ്ഥാപനം. അതും കൂടെ നഷ്ടപ്പെട്ടാ? അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് രാധികെ ഞാൻ ഈ നോക്കുന്നത്. പക്ഷേ എന്ത് ചെയ്തിട്ടും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അന്ന് ആദ്യയും കാർത്തിയും തളർത്താൻ ശ്രമിച്ചിട്ട് അവസാനം ഇപ്പം നമ്മൾ തളർന്ന അവസ്ഥയിലാണ്. സത്യൻ തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അവളോട് വ്യക്തമാക്കി. അത് കേട്ടതും രാധയുടെ മനസ്സിൽ ഒരു ഭയം രൂപപ്പെട്ടു. അല്ലേട്ടാ, ഇനി ആ ആദ്യക്കുണ്ടായതുപോലെ നമുക്കിതിൻ്റെ പേരിൽ വല്ല ലീഗൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമോ? അങ്ങനെ വന്നാൽ നമ്മളെ സഹായിക്കാൻ ആരുമില്ല, അവൾ അയാളെ ഓർമ്മിപ്പിച്ചു. അങ്ങനെയൊന്നും ഇതുവരെ നമ്മുടെ മുൻപിൽ പ്രശ്നങ്ങളൊന്നും ഇതുവരെ രൂപാന്തരപ്പെട്ടിട്ടില്ല. ഈ സ്ഥാപനം ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ആ വസ്ത്രങ്ങൾക്ക് വേണ്ടി നമുക്ക് ചെലവായ തുക അതിൻ്റെ മെറ്റീരിയൽ എടുത്തെടുത്ത് കൊടുക്കണം. അതുപോലെ ആ വസ്ത്രങ്ങൾ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തു തന്ന ആളുകളുണ്ട്, അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കണം. എല്ലാത്തിനും കാശ് വേണം രാധു. കുറഞ്ഞതൊരു 7 ലക്ഷമെങ്കിലും. 7 ലക്ഷമോ? അവർ ഒരു ഞെട്ടലോടെ ചോദിച്ചു. തൽക്കാലം നമുക്ക് പിടിച്ചു നിൽക്കാൻ അത്രയും തുക ആവശ്യമാണ് രാധികെ. നമുക്ക് തൽക്കാലം കുറച്ച് പണം നിന്റെ സഹോദരൻ്റെ കയ്യിൽ നിന്നോ മറ്റോ കടം ചോദിച്ചാലോ? കൊള്ളാം, രാഹുലേട്ടൻ്റെ കയ്യിൽ എന്തിരുന്നിട്ടാ സത്യേട്ടാ. അല്ലെങ്കിൽ തന്നെ ഏട്ടത്തിക്കെന്നും പരാതിയും പ്രശ്നങ്ങളുമാണ്. അതുമാത്രമല്ല, ഏട്ടൻ്റെ തടിക്കച്ചവടം കുറച്ചു കാലമായി പരിങ്ങലിലാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ളവരോട് നമുക്കൊന്നും ചോദിക്കാൻ കഴിയില്ല. എന്നാൽ പിന്നെ കുറച്ച് പണം നമുക്ക് ദേവച്ചനോടും മാധവിയമ്മയോടും ചോദിക്കാം. അവർക്കാണെങ്കിൽ ഇതൊക്കെ കൊടുക്കാനും ആരും ഇല്ലല്ലോ. ഉള്ള മകൾ എവിടെയാണെന്ന് ആർക്കും അറിയുകയില്ലേയും താനും. അതിനവരോട് ചോദിച്ചാൽ അവർ നമുക്ക് പണം തരുമെന്ന് നിനക്കുറപ്പുണ്ടോ? ദേവച്ചന് നമ്മളെ കാണുന്നത് പോലും വെറുപ്പാണ്. മാധവിയമ്മയ്ക്കും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ. പിന്നെ ആദിപ്പെണ്ണിനും കാർത്തിക്കും അങ്ങനെയൊക്കെ പ്രശ്നം വന്നപ്പോൾ നമ്മളവരോട് പ്രതികരിച്ചത് എങ്ങനെയാണെന്നൊക്കെ അവർക്കിപ്പോഴും നല്ല ഓർമ്മ കാണും. ആ സ്ഥിതിക്ക് അവർ നമ്മളെ സഹായിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ രാധികേ? എൻ്റെ ഏട്ടാ, അതെന്തു ആയിക്കോട്ടെ. നമ്മുടെ പ്രശ്നം തൽക്കാലം ദേവച്ചനെയും മാധവിയമ്മയും അറിയിക്കുന്നു. ബാക്കിയൊക്കെ അവരുടെ തീരുമാനം പോലെ നമുക്ക് നോക്കാം. രാധിക അവസാന തീർപ്പ് പോലെ പറഞ്ഞു നിർത്തി. അല്ല ചേച്ചി, ഇന്നല്ലേ നമ്മുടെ ഷോപ്പിലുണ്ടായിരുന്ന എല്ലാവരും ഇവിടേക്ക് തിരിച്ചു വരുന്നത്? അതേടാ, അവരൊക്കെ ഇന്നിവിടേക്ക് തിരികെ വരും. പക്ഷേ 1-2 പേർക്ക് വേറെ എവിടെയോ ജോലി കിട്ടിയിട്ടുണ്ട്. വരുന്നവർ വരട്ടെ ചേച്ചി, ബാക്കിയൊക്കെ നമുക്ക് പിന്നെ നോക്കാം. എന്തായാലും ഇവിടെ തിരികെ വരുന്നവരുടെ മേൽ എപ്പോഴും നമ്മുടെയൊക്കെ ഒരു ശ്രദ്ധ വേണം. അതുപോലെ തന്നെ ആദ്യ ചേച്ചി പഴയതുപോലെ ചിട്ടി കമ്പനിയും മറ്റും നോക്കി തുടരണം.
എല്ലാം പഴയതുപോലെ തന്നെ. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്താ എബി പ്രയോജനം? ഇതൊക്കെ കേട്ട് നിന്ന് സാൻവിയുടെ സ്വരം ഉയർന്നു. അത് പിന്നെ പെങ്ങളെ, നമ്മൾ തേടുന്ന ആൾ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ടെങ്കിൽ ഇപ്പം ചെയ്ത പോലുള്ള പണി നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. എന്തായാലും നമ്മുടെ ഷോപ്പിന് ഈ നാട്ടുകാർക്കിടയിലുള്ള വിശ്വസ്തത നശിപ്പിക്കാൻ വേണ്ടി ആരോ മനഃപൂർവ്വം ചെയ്തതാണ്. ഇതിൻ്റെ പിന്നിൽ സാൻവി കൊച്ചിൻ്റെ അച്ഛനായിരിക്കുമെന്ന എൻ്റെ ഊഹം വെച്ച് നോക്കിയാൽ അയാൾക്ക് മുകളിൽ ഈ സ്ഥാപനം അടച്ചു പൂട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളുണ്ടാകും. അങ്ങനെ നിങ്ങൾക്ക് ഈ നാട്ടിൽ ശത്രുതയുള്ള ആരെങ്കിലും ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാ ഉറപ്പില്ലേ ബി. പക്ഷേ നമ്മുടെ ഈ സൂപ്പർ മാർക്കറ്റ് പോലെ തന്നെ അടുത്ത സിറ്റിയിൽ ഒരെണ്ണം കൂടിയുണ്ട്. അവിടെ ഇത് നമ്മുടെ ഇവിടെ നടക്കുന്നത് പോലുള്ള കച്ചവടമൊന്നും അവിടെ നടന്നില്ല. എല്ലാ സാധനങ്ങൾക്കും വലിയ വിലയുമാണ് അവിടെ ഈടാക്കുന്നതെന്ന് പൊതുവെ ഒരു ചൊല്ലുണ്ട്. ഏത്, നമ്മുടെ പ്രഭാകരൻ മുതലാളിയുടെ കാര്യമാണോ ജാൻസി ചേച്ചി നിങ്ങളീ പറയുന്നത്? അതെ സാൻവി മോളെ, പ്രഭാകരൻ മുതലാളി തന്നെ. അയാൾക്ക് നമ്മുടെ ഷോപ്പ് നല്ല രീതിയിൽ നടക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ തന്നെ ഒരു കണ്ണുകടി ഉണ്ടായിരുന്നു. അത് കാർത്തി ഉണ്ടായിരുന്നപ്പോൾ മുതൽ ഇങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ അയാൾ നേരിട്ടൊരു പ്രശ്നത്തിനും ഇതുവരെ വന്നിട്ടുമില്ല. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ അയാളാണെന്ന് പറയാനും കഴിയില്ല. പക്ഷേ എബി പറഞ്ഞതിൽ ഒരു കാര്യം ഒളിഞ്ഞു കിടപ്പുണ്ട് ഗൈസ്. എന്താ ജാൻസേച്ചി? ആതിര കാര്യം എന്താണെന്ന് അറിയുവാനായി അവരോട് ചോദിച്ചു. അത് പിന്നെ ആതിരമോളെ, ഇതെൻ്റെ സംശയമാണ്. ചിലപ്പോൾ ഈ സംശയം ശരിയായിരിക്കാം, ചിലപ്പോൾ അതിൻ്റെ വെറും തോന്നലും ആകാം. എന്നാലും എൻ്റെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാതിരിക്കാനും കഴിയില്ല. ചേച്ചി അതെന്തായാലും സാരമില്ല, പറയാൻ വന്ന കാര്യം പറ. ആതിര അവളെ സപ്പോർട്ട് ചെയ്തു. ഞാൻ പറയാൻ വന്ന ഇത്രയേ ഉള്ളൂ മോളെ. നമ്മുടെ ഈ കമ്പനി അടച്ചു പൂട്ടിയ ആർക്കാണ് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാവുക? വേറെ ആർക്ക്? എൻ്റെ അച്ഛനെ തന്നെ. സാൻവി ആയിരുന്നു അതിനുള്ള ഉത്തരം നൽകിയത്. ഓ ശരി, ഈ കടയടച്ച് പൂട്ടിയ നിന്റെ അച്ഛന് നേട്ടം തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ഇതിലും നേട്ടമുള്ള ആൾ ഈ നാട്ടിൽ വേറെ ഉണ്ടെങ്കിലോ? അവളൊരു കുഞ്ഞു പുഞ്ചിരിയോടെ സാൻവിയോടും കൂട്ടരോടും തിരക്കി. അങ്ങനെ ഈ നാട്ടിൽ പ്രഭാകർ അല്ലാതെ വേറെ ആളുകളില്ലല്ലോ. അയാൾക്കല്ലേ നമ്മുടെ ഷോപ്പിൻ്റെ മാതൃകയിൽ തന്നെ ഒരെണ്ണം ഉള്ളത്? അതെ, നമ്മുടെ ഷോപ്പ് പോലെ ഒരെണ്ണം. അയാൾ നമ്മളിവിടെ വിൽക്കുന്ന അതേ സാധനങ്ങൾ തന്നെയാണ് അയാളും അവിടെ വിൽക്കുന്നത്. അപ്പോൾ ഈ ഷോപ്പ് പൂട്ടിയ ആർക്കാണ് ആതിരമോളെ കൂടുതൽ നേട്ടം? സത്യൻ സാറിനോ അതോ പ്രഭാകരൻ മുതലാളിക്കോ? അതിലെന്ത് സംശയമാണുള്ളത്? പ്രഭാകരൻ മുതലാളിക്ക് തന്നെ. അത് കേട്ടതും എബി ചാടിക്കേറി ഉത്തരം നൽകി. അതെ, അയാൾക്ക് തന്നെ. ഇതെൻ്റെ വെറും സംശയമല്ല. ഞാൻ ഇതിൻ്റെ ഇടയിൽ വേറൊരു കാഴ്ച കണ്ടിരുന്നു. അതായത് നമ്മുടെ വക്കീൽ അനന്തകൃഷ്ണൻ പ്രഭാകരനുമായി സിറ്റിയിൽ സംസാരിച്ചു നിൽക്കുന്നത് പലതവണ ഞാൻ കണ്ടിട്ടുണ്ട്. ആ കാഴ്ചയിൽ അവർ നല്ല സുഹൃത്തുക്കളാണെന്നും എനിക്ക് മനസ്സിലായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ തന്നെ തൻ്റെ കൂട്ടുകാരന് വേണ്ടി അനന്തൻ വക്കീൽ ഇങ്ങനെയൊരു പണി ഉണ്ടാക്കിയതാണെങ്കിലോ? ഇതിനൊക്കെ കൂട്ടു നിൽക്കാൻ ഇവളുടെ അച്ഛനും. ഇതിന് ചാൻസ് ഉണ്ട് ആതിരേച്ചി. ഈ ഷോപ്പ് പൂട്ടിയ അതിൻ്റെ നേട്ടം അയാൾക്കല്ലേ? ഇപ്പം തന്നെ ഇവിടത്തെക്കാളും കച്ചവടം അയാൾക്കുണ്ടാകും. എടാ, അതൊക്കെ ശരി തന്നെ. പ്രഭാകരൻ മുതലാളിയാകും ഇതൊക്കെ ആ വക്കീലിനെ കൊണ്ട് ചെയ്യിച്ചത്. പക്ഷേ നമ്മുടെ കയ്യിൽ ഇതിനൊന്നും തെളിവില്ലല്ലോ. സത്യം പറഞ്ഞ ആ മോഹൻ നമ്മുടെ പേരിൽ ഉണ്ടാക്കിയ ആരോപണത്തിൽ എത്രമാത്രം കഴമ്പുണ്ടെന്ന് പോലും നമുക്കറിയില്ല. കാരണം ഒന്നിനും നമുക്ക് തെളിവില്ല. ആകെ ഉണ്ടായിരുന്ന CCTV പോലും അന്ന് പണിമുടക്കിലാണ്. ആതിര നിസ്സഹായ അവസ്ഥ തൻ്റെ കൂടെയുള്ളവരെ അറിയിച്ചു. അപ്പോഴേക്കും അവിടെ നിന്നിരുന്ന പല സ്റ്റാഫുകളും അവിടെ ജോലിക്ക് വരാനായി തുടങ്ങി. അത് കണ്ടതും ജാൻസിയുടെ സ്വരം ആദിയുടെ നേരെ ഉയർന്നു. ദേ, ഓരോരുത്തരായി തിരികെ വരുന്നുണ്ട്. എത്ര അടുപ്പമുണ്ടെന്ന് പറഞ്ഞാലും ശരി, നമ്മുടെയൊക്കെ കണ്ണ് ഇവരുടെ മേലെപ്പോഴും ഉണ്ടായിരിക്കണം ഗൈസ്. അതവർക്ക് തോന്നുകയും ചെയ്യരുത്. പിന്നെ ഇവിടെയുള്ള എല്ലാ സാധനങ്ങളുടെയും ഡേറ്റ് നമ്മൾ ചെക്ക് ചെയ്താണെങ്കിലും എവിടെ നിന്ന് പണി കിട്ടുമെന്ന് അറിയാത്തതുകൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധ ഫുൾ ടൈം ഈ ഷോപ്പിൽ ചുറ്റിപ്പറ്റിയായിരിക്കണം. ജാൻസി തനിക്ക് തോന്നിയ കാര്യം അവരെ അറിയിച്ചു. അങ്ങനെ അവർ ഓരോന്നും പറഞ്ഞിരിക്കുമ്പോഴാണ് അവിടെ അക്കൗണ്ടായി ജോലി ചെയ്യുന്ന പവിത്രയും വേണയും കൂടെ അവിടേക്ക് വന്നത്. ആദ്യം കണ്ടതും അവർ കഴിഞ്ഞുപോയ ഓരോ സംഭവങ്ങളായി അവളോട് ചോദിക്കാൻ തുടങ്ങി. ചേച്ചി, നിങ്ങൾക്കറിയാവുന്നതൊക്കെ തന്നെ ആദ്യ ചേച്ചിക്കും ഇവിടെ ഉള്ളവർക്കും അറിയത്തുള്ളൂ. ആരാണ് ഇവിടെ കൃത്രിമം നടത്തിയതെന്ന് ഇതുവരെ ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലെ തന്നെ തെറ്റുകളൊന്നും ചെയ്യാത്ത നിങ്ങളെ പട്ടിണി കിടണ്ടല്ലോ എന്ന് കരുതി വലിയ ചെലവുകളൊന്നുമില്ലെങ്കിലും നിങ്ങളെ ഇവിടേക്ക് തിരിച്ചു വിളിച്ചത്.
പവിത്രയുടെ ചോദ്യം കേട്ടതും ആദിക്ക് വേണ്ടി എബിയുടെ സ്വരമുയർന്നു. അതോടെ അവരുടെ നോട്ടം എബിക്ക് നേരെയായി. ഞാൻ എബി, കാർത്തിയാൻ്റെ ഫ്രണ്ടിൻ്റെ സ്റ്റാഫാണ്. സാറിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്നറിഞ്ഞിട്ട് സാറിൻ്റെ ഫ്രണ്ടാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഇനി കാർത്തിയേട്ടൻ വരുന്നവരെ ആദ്യച്ചൊരു സഹായിയായി ഞാനും ഇവരുടെ കൂടെ ഉണ്ടാകും. അല്ല, നിങ്ങളുടെയൊക്കെ പേരുകൾ? ഞാനും ഇനി നിങ്ങളോടൊപ്പം ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ പരിചയപ്പെടാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അത് കേട്ടതും വേണി തന്നെ സ്വയം പരിചയപ്പെടുത്താൻ തുടങ്ങി. ഞാൻ വേണി, ഈ ഷോപ്പ് തുടങ്ങിയത് മുതൽ ഞാനിവിടെ ഉണ്ട്. എൻ്റെ വീട് ഇവിടെ അടുത്താണ്. ആ, ഓക്കെ വേണി. അതിന് മറുപടിയായി അവനൊന്ന് പുഞ്ചിരിച്ചു. അടുത്ത ഊഴം പവിത്രയ്ക്കായിരുന്നു. അവളും വേണി പരിചയപ്പെട്ടതുപോലെ സ്വയം ഒന്ന് പരിചയപ്പെടുത്തി. പവിത്ര ഇവിടെ ജോലിക്ക് കയറിയിട്ട് എത്ര വർഷമായി? എബി തൻ്റെ പതിവ് പുഞ്ചിരിയോട് അവളോട് ചോദിച്ചു. ഞാൻ 2 വർഷമാകുന്നു എബി സാറേ. അയ്യോ, താനെന്നെ സാറേ എന്നൊന്നും വിളിക്കണ്ട, എബി എന്ന് വിളിച്ചോളൂ. ഇന്നു മുതൽ നിങ്ങളിൽ ഒരാളായി ഞാനും ഉണ്ടാകും. അയ്യോ, നിങ്ങൾ എന്നെക്കാളും മൂത്തതല്ലേ, അതുകൊണ്ട് എബി ചേട്ടാന്ന് വിളിക്കാം. ഓ, അതൊക്കെ തൻ്റെ ഇഷ്ടം പവിത്ര. താൻ എന്ത് വിളിച്ചാലും ഞാൻ വിളി കേൾക്കും. പവിയും എബിയും ഓരോന്ന് പറഞ്ഞു നിൽക്കാൻ തുടങ്ങി. ഇതൊക്കെ കണ്ട് സാൻവി ആദിയുടെ ചെവിയിൽ ഓരോന്ന് പറയാനായി തുടങ്ങി. ഞാൻ അന്നേരവേ ഏട്ടത്തിയോട് പറഞ്ഞതാ ഇവനൊരു കോഴിയാണെന്ന്. ഇപ്പം കണ്ടില്ലേ എബിമോൻ്റെ കോഴിത്തരങ്ങൾ. അവൾ എബിയോടുള്ള തൻ്റെ അനിഷ്ടം ആദിയോട് വെളിപ്പെടുത്തി. എൻ്റെ സാനുമോളെ, നീ കാര്യമറിയാതെ അവനെ കുറ്റപ്പെടുത്തരുത്. ഇതൊരു ബിസിനസ് ട്രിക്കാണ്. നിനക്ക് മനസ്സിലായില്ലേലും അതെനിക്ക് മനസ്സിലായി. ജാൻസി എബിയെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞതും അതിഷ്ടപ്പെടാതെ സാൻവി അവളുടെ നേരെ മുഖം വീർപ്പിച്ചു. എന്നാൽ ഇതേ സമയം സത്യനും രാധയും തനിക്കുണ്ടായ പ്രശ്നങ്ങളിലെല്ലാം സാവിത്രിയോട് പറയുകയാണ്. എൻ്റെ ഏട്ടാ, നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നേ? അത്രയും രൂപ എവിടെ നിന്നുണ്ടാക്കാനാ? അതും 1ഉം 2ഉം അല്ല, ലക്ഷങ്ങൾ വേണം ഈ പ്രശ്നം പരിഹരിക്കാൻ. ആ കാർത്തിയെ സഹായിച്ചതുപോലെ നമ്മളെ ആരും സഹായിക്കാൻ കാണില്ല. സാവിത്രി തൻ്റെ സഹോദരനെ ഓർമ്മിപ്പിച്ചു. അങ്ങനെ പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല സാവി, എന്തേലും ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ കേസും കൂട്ടോ ആയെന്ന് വരാം. സത്യൻ തൻ്റെ അവസ്ഥ സഹോദരിയെ അറിയിച്ചു. എൻ്റെ ഏട്ടാ, കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഏട്ടൻ പറയുന്ന അത്രയും രൂപയൊന്നും എടുക്കാൻ നമ്മുടെ കയ്യിലില്ലല്ലോ. എൻ്റെയും കരുണേട്ടൻ്റെയും പേരിൽ ഒരു 75,000 രൂപ കാണും. പിന്നെ കയ്യിലുള്ളതൊക്കെ നുള്ളിപ്പെറുക്കിയ 85,000 കാണും. എന്നാലും അതുകൊണ്ടൊന്നും കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ലല്ലോ. 85,000 ഒന്നും പോരാ മോളെ, കുറഞ്ഞത് 7 ലക്ഷമെങ്കിലും വേണ്ടി വരും. എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ, എന്തേലും വഴി കാണാതിരിക്കില്ല. സത്യൻ ദയനീയമായി പറഞ്ഞതും സാവിയുടെ ഉള്ളിൽ മാധവിയുടെ മുഖം തെളിഞ്ഞു വന്നു. ഏട്ടാ, മാധവിയമ്മയും ദേവച്ചനും വിചാരിച്ച ഈ തുകയൊക്കെ പുഷ്പം പോലെ ഉണ്ടാക്കാൻ കഴിയുന്നേ ഉള്ളൂ. അതുമാത്രമല്ല, മേലെ പറമ്പിലെ 1 ഏക്കർ സ്ഥലം വിറ്റിട്ട് കിട്ടിയ പണം മുഴുവൻ അവർ ബാങ്കിൽ ഇട്ടിരിക്കുകയല്ലേ. സത്യം പറഞ്ഞ ആ പണം അവിടെ കിടക്കുന്നതുകൊണ്ട് ആർക്കാ പ്രയോജനം? എന്തായാലും ദേവച്ചൻ്റെ നക്കാപ്പിച്ച വാങ്ങാൻ ഒരിക്കലും അരുന്ധതി ഇവിടേക്ക് വരില്ല. അങ്ങനെ വരാനായിരുന്നേ ഇതിനു മുൻപേ അവളിവിടെ വന്നേനെ. അപ്പോൾ പിന്നെ ആ ക്യാഷൊക്കെ ചെന്ന് ചേരുന്നത് കാർത്തിയുടെ പേരിലായിരിക്കും. സാവിത്രി തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം അയാളോട് വെളിപ്പെടുത്തി. എൻ്റെ സാവിമോളെ, ഇതൊന്നും എനിക്കറിയാത്ത കാര്യങ്ങളൊന്നുമല്ല. മാധവിയമ്മയുടെയും അച്ഛൻ്റെയും സ്വത്തുക്കൾ ഇപ്പോൾ ഒറ്റ അവകാശം മാത്രമേ ഉള്ളൂ, അത് കാർത്തിയാണ്. ആ സ്ഥാനത്തേക്ക് നമ്മളെ കൊണ്ടുവരുന്നത് വലിയ പാടാ. പക്ഷേ അവിടെ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. എന്ത് കാര്യം? സാവിയുടെയും രാധികയുടെയും സ്വരം ഒരുപോലെ ഉയർന്നു. അതൊക്കെ ഞാൻ നിങ്ങളോട് പറയാം. അതിനു മുൻപ് മാധവിയമ്മയോട് നമ്മുടെ അവസ്ഥയൊന്ന് പറഞ്ഞു നോക്കാം. അങ്ങനെ പറഞ്ഞതുകൊണ്ട് വലിയ ഗുണം നമുക്കുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല സത്യേട്ടാ. ഞാനും ഗുണമൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല അവരോട് പറയുന്നത്. ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപായി ചെറിയൊരു പരീക്ഷണം. ഇതിനെ അങ്ങനെ മാത്രം കണ്ടാൽ മതി. അത്രയും പറഞ്ഞുകൊണ്ട് സത്യൻ അവരെ ഇരുവരെയും കൂട്ടി മാധവിയമ്മയുടെ അരികിലേക്ക് നടന്നു. ഇതേ സമയം കാർത്തിയും തൻ്റെ കൂട്ടുകാരോടൊപ്പം ബിസിനസ് തിരക്കിലായിരുന്നു. എങ്കിലും അവൻ്റെ മനസ്സ് ആദ്യം ചുറ്റിപ്പറ്റി തന്നെയായിരുന്നു കിടന്നിരുന്നത്. അത് മനസ്സിലാക്കിയ ക്രിസ്റ്റിയുടെ സ്വരം അവൻ്റെ നേരെ ഉയർന്നു. എടാ കാർത്തി, ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം ഒരുവിധം ഒതുങ്ങിയതല്ലേ. നിനക്ക് നാട്ടിലേക്ക് പോകണമെങ്കിൽ പോയിട്ട് വരാൻ നോക്ക്. അല്ലാതെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നേരാവണ്ണം നടക്കില്ല. അതുപോലെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത പ്രകാരമുള്ള പ്രൊജക്റ്റുകളൊന്നും നമുക്ക് ലഭിക്കുകയില്ല. ഇതൊന്നും ഞാൻ നിന്നോട് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും നിൻ്റെ ഇപ്പോഴത്തെ രീതികൾ കണ്ടതുകൊണ്ട് മാത്രം ഞാനിതൊക്കെ പറഞ്ഞതേ ഉള്ളൂ. ഇനിയൊക്കെ നിൻ്റെ ഇഷ്ടം. എടാ ക്രിസ്റ്റി, നിനക്കറിയാലോ ഞാൻ ഇവിടെ വരെ വന്നതിൻ്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ.
ഞാനിങ്ങനെ ഡെസ്പാകുന്നുണ്ടെങ്കിൽ ഞാൻ അതുപോലുള്ള പ്രശ്നം ഇതുപോലെ എടാ ക്രിസ്റ്റി, നിനക്കറിയാലോ ഞാനിവിടെ വരെ വന്നതിൻ്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ. ഞാനിങ്ങനെ ഡെസ്പാകുന്നുണ്ടെങ്കിൽ അതുപോലെ ഈ പ്രശ്നം എന്നെ മാനസികമായി തളർത്തുന്നുണ്ട്. കാർത്തി തൻ്റെ അവസ്ഥ ക്രിസ്റ്റിയുമായി പങ്കുവയ്ക്കാൻ തുടങ്ങി. എടാ, നാട്ടിലുള്ള പ്രശ്നമാണ് നിന്നെ അലട്ടുന്നതെങ്കിൽ അതിന് തടയിടാനല്ലേ ആ എബിയെ അവിടേക്ക് അയച്ചത്? കാണാൻ ആ ചെക്കൻ കുരുട്ടുപോലാണെങ്കിലും ആ ചെറുക്കൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മിടുക്കനാണ്. അതുകൊണ്ട് തന്നെ ആദിമോളെ സഹായിക്കാൻ എന്തായാലും എബിക്ക് കഴിയും. എടാ, അതൊക്കെ എബി നല്ല ഭംഗിയായി തന്നെ ചെയ്യുമെന്ന് എനിക്കറിയാം. അതിലൊക്കെ അവൻ പെർഫെക്റ്റുമാണ്. പക്ഷെ അവൻ പോയിരിക്കുന്നത് മനക്കൽ തറവാട്ടിലേക്കാണ്. അവിടെ ചെല്ലുമ്പോൾ അരുന്ധതി അമ്മയുടെ ഫോട്ടോ കാണുമ്പോൾ ആ ചെറുക്കൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഫ്രണ്ട്സ്, സിന്ദൂരച്ചപ്പ് നാളെ തരാവേ. പോയിട്ട് വന്നിട്ട് ഭയങ്കര തലവേദന. എന്നിട്ടും സഹിച്ചോണ്ടാ വോയിസ് കൊടുത്തത്. കുറച്ചൊക്കെ മിസ്റ്റേക്കുണ്ട്. എഡിറ്റിംഗ് മാറ്റി മാറ്റി ചെയ്യാൻ വയ്യ. ഒന്ന് ക്ഷമിക്കൂ കേട്ടോ. നാളെ ശരിയാക്കാം. അപ്പോൾ ഇന്നത്തെ റിവ്യൂസ് പോരട്ടെ.